കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃത മസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഈ മഹാവാക്യ അർത്ഥവിചാരം കൊണ്ടുള്ള ഗുണവും, അതായത് മഹാവാക്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി, ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ തന്നെ വായിച്ച് മനസ്സിലാക്കി അതിനെ മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്താൽ ആത്മസാക്ഷാത്കാരം തന്നെ കിട്ടുമെന്ന് പറയുമല്ലോ. അതിനെപ്പറ്റി തന്നെയാണ് ഇനിയിപ്പോൾ 31 ശ്ലോകത്തിലും പറയണത്. അപ്പോൾ നമുക്ക് 5-ാം സർഗം, ഉത്തരകാണ്ഡം 5-ാം സർഗം 31 ശ്ലോകം വായിക്കാം. കോശേഷ്വയം തേഷു തു തത്തദാകൃതിർവിഭാതി സംഗാൽ സ്ഫടികോപലോ യഥാ അസംഗരൂപോയമജോ യതോദ്വയോ വിജ്ഞായതേസ്മിൻ പരിതോ വിചാരിതേ. നമുക്ക് അർത്ഥം, വാക്കുകളുടെ അർത്ഥം നോക്കാം. തേഷു കോശേഷു, ആ കോശങ്ങളിൽ, കോശം എന്താ അറിയോ, ഈ നമുക്ക് അറിയാം ആത്മാവിനെ ആവരണം ചെയ്തിട്ട് 3 ശരീരം ഉണ്ടാകും നമ്മൾ കണ്ടുല്ലോ അതിനു മുമ്പേ. അതായത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, അതുണ്ടല്ലോ. പിന്നെ ഈ ശരീരങ്ങളിലെല്ലാം കൂടിയിട്ട് 5 കോശങ്ങളുണ്ട്. അതാണ് ആ കോശങ്ങൾ. അത് നമ്മൾ അതിൻ്റെ പേരൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം. എന്താ വെച്ചാൽ അന്നമയ കോശം, ഏറ്റവും പുറത്തുള്ളത് അന്നമയ കോശം, പിന്നെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അങ്ങനെ 5 കോശങ്ങളുണ്ട് ഈ 3 ശരീരത്തിൽ. ഇങ്ങനെ 5 കോശങ്ങളാണുള്ളത്. അതാണ് ഇതിലിപ്പോൾ തേഷു കോശേഷു എന്ന് പറഞ്ഞ്. ഈ കോശങ്ങളിൽ അയം ഇവൻ, അതായത് ഇവൻ നമ്മുടെ ആത്മാവ്, പരമാത്മാവ്, സംഗാൽ സ്ഫടികോപലായഥ, അതായത് ഒരു സ്ഫടികം, ഒരു സ്ഫടികക്കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് ക്രിസ്റ്റല് വെച്ചിട്ടുണ്ടോ വെച്ചോളൂ. ആ ക്രിസ്റ്റല് ശരിക്കും കളർലെസ് ആണല്ലോ. പക്ഷെ അതിൻ്റെ അടുത്ത് ഒരു പച്ച പൂവ് വെച്ചാൽ പച്ച നിറാവും. പച്ച നിറാണ് തോന്നും ആ സ്ഫടികം അല്ലെങ്കിൽ ആ ക്രിസ്റ്റല്. അതിൻ്റെ അടുത്ത് ഒരു ചുവപ്പ് പൂവ് വെച്ചാൽ ക്രിസ്റ്റൽ ചുവപ്പാണ് തോന്നും. മഞ്ഞ വെച്ചാൽ മഞ്ഞയാണ് തോന്നും. ശരിക്കത് കളർലെസ് ആണല്ലോ. അപ്പോൾ അതുപോലെയാണെന്ന് പറയുകയാണ്. അതായത് സംഗാൽ സ്ഫടികോപലം, സംഘം കൊണ്ട്, ചേർച്ച കൊണ്ട് സ്ഫടികക്കല്ല് എന്ന പോലെ, അതാണ് സ്ഫടികോപലം. എന്തിൻ്റെ, ആത്മാവിന് എന്തിൻ്റെ ചേർച്ച കൊണ്ട്? ഈ ശരീരത്രയത്തിൻ്റെ ചേർച്ച കൊണ്ടേ. തത്തദാകൃതി വിഭാതി, അതായത് അതിനോട് ചേർന്നിട്ട് അതായിട്ടുള്ള പോലെ ശോഭിക്കുന്നു അല്ലേ. ഇപ്പോൾ ഒരു ക്രിസ്റ്റല് ചുവപ്പ് പൂവ് അടുത്തുണ്ടെങ്കിൽ ചുവപ്പായി ശോഭിക്കുന്നു. അതുപോലെ ഈ പരമാത്മാവ് ശരീരത്രയത്തിനോടുള്ള സംഘം കൊണ്ട് ശരീരത്രയത്തിലത്തെ അതാത് കാര്യമായിട്ട് ശോഭിക്കുന്നു. അസ്മിൻ, ഇത് മഹാവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരിതഃ വിചാരിതേ, എല്ലാ ഭാഗവും അതിനെപ്പറ്റി നമ്മളെ ചിന്തിക്കുമ്പോൾ അയം ഇവൻ ഇവിടെ ആത്മാവ് അസംഗരൂപ, ശരിക്കും സംഘമില്ലാത്തവനാണ്. ക്രിസ്റ്റലിന് ശരിക്കും കളറില്ലല്ലോ. ആ ചുവന്ന പൂവിൻ്റെ സംഘം ഉണ്ടെങ്കിൽ ചുവപ്പാവും, പച്ചപ്പൂവിൻ്റെ സംഘം ഉണ്ടെങ്കിൽ പച്ചയാവും, അത്രയല്ലേ ഉള്ളൂ. അതുപോലെയാണ് ആത്മാവ് ശരിക്കും ഒരു സംഘവും ഇല്ലാത്തതാണ്. അതായത് അജനുമാണ്. അജൻ പറഞ്ഞ എന്താ? ജന്മമില്ലാത്തവനും അദ്വയ, രണ്ടാമതൊന്നും ഇല്ലാത്തവനുമാണ്, ഏകനുമാണ് അല്ലേ. വിജ്ഞായത, അറിയപ്പെടും. അതെന്താ പറഞ്ഞാൽ വെച്ചാൽ ഈ മഹാവാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ വിചാരം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ ശരീരത്രയൊന്നുമല്ല, ഈ കോശങ്ങളൊന്നുമല്ല, നമ്മൾ ഇതിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആത്മാവാണെന്ന് മനസ്സിലാവും. അതാണ് പറഞ്ഞത്. ആത്മാവിനെ പിന്നെ എന്താ പറയുക, കവർ ചെയ്തിരിക്കുന്ന 3 ശരീരങ്ങളെന്ന് പറഞ്ഞുകൂടാ. ആ ശരീരത്തിൽ തന്നെ ആത്മാവിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവ് അതിൻ്റെ ഉള്ളിലാണെന്നർത്ഥം. ഏത്? സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ആ ശരീരത്രയത്തിൽ തന്നെ ഈ 5 കോശങ്ങളുണ്ട്. അന്നമയ കോശം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ആത്മാവ് ഈ ഓരോ കോശങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ
അതാണെന്ന് അജ്ഞാനികൾക്ക് തോന്നും. ആത്മാവ് ഓരോ കോശത്തിലും അതായിട്ട് സാരൂപ്യം പ്രാപിച്ച് നിൽക്കുമ്പോൾ ഞാൻ ആത്മാവാണ്, ഈ ശരീരത്രയത്തെ കോശങ്ങളോ ശരീരത്രയോ അല്ലാന്ന് അറിയാത്തവർക്ക്, അതാണ് അജ്ഞാനി. ആരാ അജ്ഞാനി? ഞാൻ ആത്മാവാണെന്ന് അറിയാത്തവർ, അല്ലെങ്കിൽ ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുന്നവർ ഒക്കെ അജ്ഞാനികൾ. അപ്പോൾ ഈ ആത്മാവ് ഇതിലിങ്ങനെ റിഫ്ലക്ഷൻ വരുമ്പോൾ, ഓരോ കോശങ്ങളിൽ റിഫ്ലക്ഷൻ വരുമ്പോൾ അജ്ഞാനികളൊക്കെ വിചാരിക്കും അതാണെന്ന്, അതാത് രൂപമാണെന്ന് വിചാരിക്കും. അതാണ് ഏതുപോലെ സ്ഫടികത്തിൽ നീല നിറാണെങ്കിൽ നീലയും മഞ്ഞാച്ച മഞ്ഞയും നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെയാണെന്ന്. അതേപോലെ തന്നെ നമ്മളും ഇപ്പോൾ ഒരു സ്ഫടികത്തിന് നമ്മൾ ചോപ്പാന്നും നീലാന്നും ഈ അതാത് പൂക്കളുടെ കളറിൻ്റെ അനുസരിച്ച് നമ്മൾ വെറുതെ അതങ്ങനെയല്ലെങ്കിലും ചുവപ്പ് സ്ഫടികം നീല സ്ഫടികം എന്ന് പറയണ പോലെയാണ് നമ്മൾ, ഞാൻ തടിച്ചതാണ്, ഞാൻ മെലിഞ്ഞ ആളാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഞാനതൊന്നുമല്ല, ഞാൻ ആത്മാവാണ്. ആത്മാവിന് തടിയില്ല, മെലിയലുമില്ല, വെളുപ്പുമില്ല, കറുപ്പുമില്ല. ഞാൻ തടിച്ചതാണ്, ഞാൻ കറുത്തതാണ്, ഞാൻ വെളുത്തതാണ്, ഞാൻ മെലിഞ്ഞതാണ്, എൻ്റെ നീളമുള്ള തലമുടിയാണ്. ഇതൊക്കെ ശരിക്കിതൊന്നും എനിക്കില്ല. എൻ്റെ ഉപാധിയായിട്ടുള്ള ഈ ശരീരത്തിലുള്ളതാണ്. അത് ജനിക്കുകയും ചെയ്യും, മരിക്കുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉപാധിധർമ്മങ്ങളെ ആത്മാവിൽ കണ്ടിട്ടാണ് നമ്മളത് പറയണത്, അജ്ഞാനികളെ. വാസ്തവത്തിൽ ആത്മാവ് ഈ കോശങ്ങളായിട്ട്, അന്നമയ പ്രാണമയ ഈ കോശങ്ങളായിട്ട് യാതൊരു ചേർച്ചയില്ല. ജനന മരണമില്ല, അജനാണ് പറഞ്ഞില്ലേ, ജനന മരണങ്ങളില്ല, ഏകനാണ്, അദ്വയനാണ്. അത് ആ മഹാവാക്യാർത്ഥത്തെ നമ്മൾ എപ്പോഴും വിചാരം ചെയ്താൽ നമുക്ക് ആ അദ്വയമായിട്ടുള്ള ആനന്ദസ്വരൂപം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നമുക്ക് മഹാവാക്യങ്ങളെ വിചാരം ചെയ്താൽ കിട്ടും എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ സാധിക്കും എന്ന് പറയുകയാണ്. അത്ര പ്രധാനമാണ്. മഹാവാക്യങ്ങൾ കേട്ടാൽ പോരാ, നമ്മളതിനെ അർത്ഥം മനസ്സിലാക്കി അതിനെ തന്നെ ചിന്തിച്ചും കൊണ്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യണം. തത് ത്വം അസി നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞുവല്ലോ, അല്ലേ? കുറേ പറഞ്ഞുവല്ലോ, കുറേ ശ്ലോകത്തിൽ. അതുപോലെ ഓരോ മഹാവാക്യങ്ങളും എടുത്തിട്ടപ്പോൾ അഹം ബ്രഹ്മാസ്മി, അല്ലേ? അല്ലെങ്കിൽ ഖല്യുതം ബ്രഹ്മം, അങ്ങനെ പല എല്ലാ മഹാവാക്യങ്ങളും എടുത്തിട്ട് നമ്മൾ അതിനെപ്പറ്റി നല്ലോണം മനനം ചെയ്ത് നിധ്യാസനം ചെയ്യുമ്പോൾ അത് ക്ലിയറായി വരുന്ന സമയത്ത്, ഒരു സമയത്ത് ശരിക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ ആത്മാവാണ്, ഞാൻ ഈ ദേഹമൊന്നുമല്ല, ഈ ശരീരത്രയല്ല, ശരീരത്രയത്തെ കോശങ്ങളല്ല, ഒക്കെ മനസ്സിലാവും. അതിനാണ് അങ്ങനെ ഞാൻ ആത്മാവാണ് എന്ന് അറിയുന്നതിനെയാണല്ലോ ആത്മസാക്ഷാത്കാരം എന്ന് പറയുക, അല്ലെങ്കിൽ അദ്വയമായിട്ടുള്ള ആനന്ദസ്വരൂപം ലഭിക്കുക നമുക്ക്. ശരിക്കും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ അത്, അതിനെ ഒന്ന് അനാവരണം ചെയ്യേ വേണ്ടു. അപ്പം ഇങ്ങനെ നമ്മൾ മഹാവാക്യങ്ങളെ നമ്മൾ മനനം നിധിധ്യാസനം ചെയ്താൽ നമുക്ക് ഈ ആത്മാവിനെ അനാവരണം ചെയ്തിട്ട് നമ്മൾ ആത്മാവാണ് എന്നുള്ള ബോധം, അല്ലെങ്കിൽ അദ്വയമായിട്ടുള്ള ആനന്ദം നമുക്ക് ലഭിക്കും. അതന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും പറയാച്ചാൽ ആത്മാവ് ഇതൊന്നും അല്ല എന്ന് പറയുകയാണേ, അത് സ്ഫടികം പോലെ ഉള്ളൂ എന്നുള്ള ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അത് നമുക്ക് നല്ലോണം ആലോചിച്ച് ഉറപ്പിക്കണം നമ്മളെന്നാണ് പറയണത്. കോശേഷ്വയം തേഷു തു തത്തദാകൃതിർവിഭാതി സംഗൽ സ്ഫടികോപലോ യഥാ അസംഗരൂപോയമജോ യതോദ്വയോ വിജ്ഞായതേസ്മിൻ പരിതോ വിചാരിതേ. വിചാരം ചെയ്യണം, എന്നാലേ നമുക്ക് ആവുള്ളൂ. ഇനി 32. ബുദ്ധേ സ്ത്രിധാ വൃത്തിരപീഹ ദൃശ്യത്തെ സ്വപ്നാദിഭേദേന ഗുണത്രയാത്മന അന്യോന്യതോസ്മിൻ വ്യഭിചാരതോ മൃഷാ നിത്യേ പരബ്രഹ്മണി കേവലേ ശിവേ. ഇഹ ഇതിൽ ഇവിടെ ആത്മാവിൽ തന്നെയാണ് അർത്ഥം. സ്വപ്നാദിഭേദേന, അതായത് സ്വപ്നം മുതലായിട്ടുള്ള 3 അവസ്ഥകളുണ്ടല്ലോ, ജാഗ്രത് സ്വപ്നം സുഷുപ്തി, ത്രിധാവൃത്തി, ആ 3 അവസ്ഥകൾ. ത്രിധ എന്ന് പറഞ്ഞാൽ 3 അവസ്ഥകൾ, അതായത് നമ്മൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ആത്മാവിൽ ഈ 3 അവസ്ഥകൾ, ഈ 3 അവസ്ഥയോ സ
ആ അവസ്ഥ ഗുണത്രയാത്മനാ ബുദ്ധെ. ഈ 3 അവസ്ഥകൾ ഉണ്ടാവുന്നത് ഈ സത്വരജ സ്തമോ ഗുണങ്ങളാകുന്ന സത്വരജസ്തമോ ഗുണങ്ങളിൽ ഉള്ള ബുദ്ധി കാരണമാണ് നമുക്കത് ഉണ്ടാവണത്. അതായത് മായയുടെ ഉള്ളിലേ ഉള്ളൂ. സത്വരജസ്തമോ ഗുണങ്ങൾ കാരണമാണ് നമുക്ക് ഈ അവസ്ഥാത്രയ ബോധം ഉണ്ടാവണത്. ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള ആ നമുക്കുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഉണ്ടാവണത് ഈ സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ബുദ്ധി കൊണ്ടാണ്. ബുദ്ധിയിലാണ് അത് ഉണ്ടാവണത്. അതൊക്കെ ഈ മായയുടെ ഉള്ളിലുള്ളതാണ്. കേവലേ, അതായത് ഏകനും ശിവേ മംഗളസ്വരൂപനും നിത്യേ, ഒരിക്കലും നാശമില്ലാത്തവനും. നിത്യം എന്ന് പറഞ്ഞാൽ എന്താ? എന്നും നിത്യസത്യം, നാശരഹിതനുമായ പരബ്രഹ്മണി, പരബ്രഹ്മത്തിൽ, പരമാത്മാവിൽ അന്യോന്യത വ്യഭിചാരത, അന്യോന്യം വ്യഭിചരിക്കുന്നത് കൊണ്ട് മൃഷ അസത്യമാകുന്നു. എന്തുകൊണ്ടാണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി ഒന്നും സത്യമല്ല എന്ന് പറയാൻ നോക്കുകയാണ് കേട്ടോ. അതായത് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള 3 അവസ്ഥാവിശേഷങ്ങളൊക്കെ സത്വരജസ്തമോ ഗുണം, മായയിലത്തെ സത്വരജസ്തമോ ഗുണ സ്വരൂപമായിട്ടുള്ള ആ ബുദ്ധിയുടെ ധർമ്മമാണ്, ആത്മാവിൻ്റെ ധർമ്മമല്ല. ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള അവസ്ഥാത്രയങ്ങളൊക്കെ ഈ സത്വരജസ്തമോ ഗുണസ്വരൂപമാകുന്ന ബുദ്ധി, ആ ബുദ്ധിയുടെ ധർമ്മമാണത്. ബുദ്ധിയിലേ അതുള്ളൂ, ആത്മാവിലതില്ല. അതൊക്കെ ലിംഗശരീരമാണല്ലോ. ബുദ്ധി നമ്മൾ കണ്ടില്ലേ, മനസ്സ് ബുദ്ധി നമ്മൾ കണ്ടുല്ലോ, അല്ലെ 17 കാര്യങ്ങളെന്ന് കണ്ടില്ലേ. മനസ്സ് ബുദ്ധി കർമ്മേന്ദ്രിയം ജ്ഞാനേന്ദ്രിയം പഞ്ചപ്രാണൻ നമ്മൾ പറഞ്ഞുല്ലോ. അപ്പോൾ 5 കർമ്മേന്ദ്രിയം 5 ജ്ഞാനേന്ദ്രിയം പഞ്ചപ്രാണൻ, അപ്പോൾ 15ആയില്ലേ. മനസ്സും ബുദ്ധി അതിൽ പെട്ടു. അതാണ് ലിംഗശരീരം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഈ ശരീരത്രയത്തിൽ പെടും ബുദ്ധി. ബുദ്ധിയുടെ ധർമ്മമാണ് എന്താ? ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയൊക്കെ. ആത്മാവിന് ഈ അവസ്ഥകളൊന്നുമില്ല. ആത്മാവ് ഈ അവസ്ഥാത്രയത്തിന് അതീതാണ്. അതാണ് തുരീയം, 4ാമത്തെ അവസ്ഥയാണ്. അല്ലെങ്കിൽ അവസ്ഥകളില്ല, അങ്ങനെ 4ാമത്തേനാണ് തുരീയം എന്ന് പറയുന്നത്. ആത്മാവ് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളൊന്നും ആശ്രയിക്കണില്ല. ഈ ഓരോ അവസ്ഥയുണ്ടല്ലോ, അതായത് ജാഗ്രത സ്വപ്നവും കൂടി ഒപ്പം ഉണ്ടാവില്ല. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ജാഗ്രത നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുമോ? മനോരാജ്യം ഉണ്ടാവും, സ്വപ്നം കാണില്ല. മനോരാജ്യം കാണും, അത് പോട്ടെ, അത് സ്വപ്നമല്ല. ജാഗ്രതത്തിൽ നമുക്ക് സ്വപ്നാവസ്ഥ ഇല്ല. നമ്മൾ ഉറങ്ങി അങ്ങോട്ട് കഴിഞ്ഞാൽ സ്വപ്നാവസ്ഥ ആയാൽ അപ്പം ജാഗ്രത ഇല്ല. ഇനി സ്വപ്നം കഴിഞ്ഞിട്ട് നമ്മൾ സുഷുപ്തിയിലേക്ക് പോണ സമയത്ത് ജാഗ്രതയും ഇല്ല, സ്വപ്നവും ഇല്ല, സുഷുപ്തി മാത്രമേ ഉള്ളൂ. 3 അവസ്ഥയും കൂടി ഒരേ സമയത്തില്ല. സുഷുപ്തി എന്ന് ഉണർന്നാൽ ജാഗ്രതയിലായി, അപ്പം സുഷുപ്തി ഇല്ല, സ്വപ്നവും ഇല്ല. ജാഗ്രതയിൽ നമ്മൾ വർത്തിക്കണ സമയത്ത് സ്വപ്നവും സുഷുപ്തി ഇല്ല. സ്വപ്നത്തിൽ വർത്തിക്കണ സമയത്ത് ജാഗ്രതും സുഷുപ്തി ഇല്ല. സുഷുപ്തിയിൽ വർത്തിക്കണ സമയത്ത് ജാഗ്രതും സ്വപ്നവും ഇല്ല. അങ്ങനെയാണ്. അതുകൊണ്ട് 3 അവസ്ഥകളും ശരിക്കില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് ശരിക്കില്ലാത്ത പറയണേ? നിത്യമല്ല, ഏത് സമയത്തുള്ളതല്ല, നിത്യസത്യമല്ല. എപ്പോഴും പരിണാമമില്ലാതെ നിൽക്കുന്നതിനെ മാത്രമേ നമ്മൾ നിത്യസത്യം എന്ന് പറയുള്ളൂ. അപ്പോൾ ഈ അവസ്ഥകളൊക്കെ വന്നു പോവുകയാണ് അല്ലേ. ഈ അവസ്ഥാശ്രയങ്ങളെ ഒക്കെ അറിഞ്ഞും അവയ്ക്ക് അതീതമായും ഇരിക്കുന്ന ഏകവും, കേവലം എന്ന് പറഞ്ഞില്ലേ, ഏകവും ആനന്ദരൂപവും നാശരഹിതമായ പരബ്രഹ്മത്തിൽ നമ്മളിങ്ങനെ അവസ്ഥാത്രയം ഉണ്ടെന്ന് വിചാരിക്കണത് ശരിയല്ല എന്ന്. അതായത് ആത്മാവിന് അവസ്ഥാത്രയം ഇല്ല. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ശരീരമില്ല. ഈ 3 ശരീരത്തിനും അപ്പുറത്താണ്. ഏത്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് അതീതാണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ്? അതിലത്തെ ആ ശരീരത്തിലത്തെ 5 കോശങ്ങൾക്ക് പറയാമല്ലോ. പിന്നെ 5 കോശങ്ങൾക്ക് അതീതം, പിന്നെ 3 ശരീരങ്ങൾക്ക് അതീതം. ഇപ്പം എന്ത് പറയണു? 3 അവസ്ഥകൾക്കും അതീതം. അതെന്തുകൊണ്ടാണ് പറയണത്? ആത്മാവ് നിത്യസത്യമാണ്.
നിത്യസത്യമായത് അല്ല, നിത്യസത്യമായതിലല്ലേ വർത്തിക്കുള്ളൂ, നിത്യമായിട്ടുള്ളല്ലേ വർത്തിക്കുള്ളൂ നിത്യസത്യമായത്. പക്ഷെ നമ്മളിപ്പോൾ കണ്ടു ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഒരേ സമയത്തില്ല, ഒന്നുണ്ടെങ്കിൽ മറ്റത് രണ്ടും ഇല്ല എന്ന്. അപ്പം അത് നിത്യസത്യമല്ല, എപ്പോഴും ഇല്ല. അതുകൊണ്ട് അവസ്ഥാത്രയത്തിനും അതീതാണ് എന്താ ആത്മാവ്. അല്ലെങ്കിൽ ആത്മാവിന് അവസ്ഥാത്രയുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ഉണർന്നിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ആത്മാവല്ല, നമ്മൾ ആ ദേഹത്തിനെ പറ്റിയാണ് പറയണതൊക്കെ. അപ്പം നമ്മൾ ആത്മാവിനെ അറിയാതെ പറയാനേ പറ്റുള്ളൂ. അത് ആത്മാവിനെ അറിഞ്ഞവർക്ക് ജാഗ്രത സ്വപ്നം സുഷുപ്തി അവസ്ഥകളൊന്നുമില്ല. അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ അല്ലെങ്കിൽ പരമാത്മാവിൽ ഈ അവസ്ഥാത്രയം കൽപ്പിക്കണത് തന്നെ ശരിയല്ല എന്നാണ് ഇതിൽ സ്ഥാപിച്ചത്. അതായത് പരമാത്മാവ് അവസ്ഥാത്രയത്തിനും അതീതമായിട്ടുള്ള തുരീയം ആണ്. ബുദ്ധേ സ്ത്രിതാവൃത്തിരപീഹ ദൃശ്യതേ സ്വപ്നാദിഭേദേന ഗുണത്രയാത്മന അന്യോന്യതോസ്മിൻ വ്യഭിചാരതോ മൃഷാ നിത്യേ പരബ്രഹ്മണി കേവലേ ശിവേ. കേവലം ശിവമാണ്, നിത്യാണ് അല്ലേ. പരമാത്മാവ് നിത്യമാണ്. ഈ അവസ്ഥാത്രയത്തിലൊന്നും ഇല്ല. അവസ്ഥാത്രയമൊക്കെ ലിംഗശരീരത്തിലുള്ള ബുദ്ധിയുടെ ധർമ്മമാണ്. ആത്മാവിൻ്റെ ധർമ്മേ അല്ല അവസ്ഥാത്രയം. നമ്മുടെ ലിംഗശരീരത്തിലുള്ള ബുദ്ധിയുടെ ധർമ്മമാണ് എന്ന് പറഞ്ഞു. അതായത് അവസ്ഥാത്രയം ഇല്ല, അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി 33 ചെയ്യാട്ടോ. ദേഹേന്ദ്രിയ പ്രാണമനശ്ചിദാത്മനാം സംഘാതജസ്രം പരിവർത്തതേ ധിയ വൃത്തിസ്തമോ മൂലതയാജ്ഞലക്ഷണ യാവദ്ഭവേൽ താവദസൗ ഭവോദ്ഭവഃ. ദേഹേന്ദ്രിയ പ്രാണമനശ്ചിദാനാം സംഘാതെന്ന്, അതായത് ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ചിത്തം ഇവയുടെ സംഘത്തിൽ നിന്ന് തമോമൂലതയാ, ഈ തമോ ഗുണം കാരണമായിട്ട് അജ്ഞലക്ഷണയാ ധിയ വൃത്തി, അജ്ഞനെന്ന് അറിയിപ്പിക്കുന്നതായ ലക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധി പറഞ്ഞില്ലേ ഇതിലാണെന്ന്. യാവത് ഭവേത്, എത്ര കാലം വരെ ഉണ്ടാകുമോ, താവത് അസൗ ഭവോദ്ഭവ ഭവേത്, അതുവരെ നമുക്ക് ഈ സംസാരം ഉണ്ട് തോന്നും. എന്താ പറഞ്ഞ വെച്ചാൽ ദേഹം, ഇന്ദ്രിയങ്ങൾ, ഈ 3 ദേഹം പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങൾ അതായത് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും, പ്രാണങ്ങൾ പഞ്ചപ്രാണൻ, പിന്നെ മനസ്സ്, പിന്നെ ജീവൻ, ഇതിൻ്റെയൊക്കെ രജസ്തമോ ഗുണപ്രധാനമായിരിക്കണം ആ ബുദ്ധിയുടെ ബുദ്ധി പറഞ്ഞില്ലേ നമ്മൾ, ബുദ്ധിയിലാണ് അതൊക്കെ പറഞ്ഞുല്ലോ നമ്മളെ. അത് എത്ര കാലം വരെ ബുദ്ധിയിൽ ഈ ഒരു വിചാരം എത്ര കാലം നിലനിൽക്കുന്നു, എത്ര കാലം ഉണ്ടോ അത്ര കാലവും നമുക്ക് സംസാരമുണ്ട്. നമുക്ക് ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് തന്നെ തോന്നും. ഈ ബുദ്ധിയിൽ നമുക്ക് ഈ ബുദ്ധിയുടെ വൃത്തി നടക്കണോടത്തോളം, അതായത് ജാഗ്രത സ്വപ്നം സുഷുപ്തിയും ഒക്കെ ഫീൽ ചെയ്യണോടത്തോളം കാലം നമുക്ക് സംസാരമുണ്ട്. അതിൻ്റെ അർത്ഥം അൾട്ടിമേറ്റ്ലി പറയാച്ചാൽ നമ്മളെ ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം ഞാൻ ആത്മാവാണ്, ഈ ദേഹമല്ല എന്ന്, ദേഹത്രയേ അല്ല എന്ന് അനുഭവമാകുന്നത് വരെ നമുക്ക് സംസാരമുണ്ട്. ഈ ബുദ്ധിയുടെ ഈ ബുദ്ധിവൃത്തിയെ, ബുദ്ധിയുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഞാൻ ദേഹാണെന്നും ഞാൻ ഭോക്താവാണെന്നും ഞാൻ കർത്താവാണെന്നും ഞാൻ ഭോക്താവാണെന്നും ഞാൻ ദേഹമാണെന്നുള്ള ഈ വിചാരം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് സംസാരത്തിന് നാശം ഉണ്ടാവുള്ളൂ. അതായത് ഈ രജസ്തമോ ഗുണങ്ങൾ കൊണ്ടാണ് ഈ ബുദ്ധി ഇങ്ങനെ ആലോചിക്കണതേ. അപ്പോൾ നമുക്ക് ആ മായയിലത്തെ ഇവിടെ തമോ ഗുണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ സത്വരജസ്തമോ ഗുണങ്ങളാണ് ബുദ്ധിയിൽ വർത്തിക്കണത്. അപ്പോൾ നമുക്ക് ഗുണാതീതമായിട്ട് പോയാൽ തന്നെ, അല്ല ആദ്യം നമ്മൾ തമോ ഗുണം നീക്കുക, രജോ ഗുണം സത്വഗുണമായി തീരുക, അത് കഴിഞ്ഞ് രജോ ഗുണം നീക്കുക, നല്ല സാത്വികനായി തീരുക, അത് കഴിഞ്ഞാൽ സത്വഗുണം ഉപേക്ഷിക്കണം. കാരണം ഭഗവാൻ ഗുണാതീതനാണ്, അല്ലെങ്കിൽ പരമാത്മാവ് ഗുണാതീതാണ്. അപ്പോൾ
ഇതിലിപ്പോൾ തമസിനെ പറഞ്ഞിട്ടുള്ളൂ വെച്ചാലും ബുദ്ധിവൃത്തിക്ക് കാരണമായിട്ടുള്ള ഈ 3 ഗുണങ്ങളെയും നമ്മൾ കളയണം, എന്നിട്ട് അതീതായിട്ട് പോകണം. അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് ബുദ്ധി നമ്മളിൽ എത്ര കാലം ഈ നമ്മളിൽ എത്ര കാലം ഈ സത്വരജ സ്തമോ ഗുണങ്ങൾ നിലനിൽക്കുന്നുവോ, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിയുടെ ഈ വ്യാപാരം, ബുദ്ധിവൃത്തി വ്യാപാരം എന്നോ എന്താ വെച്ചാൽ പറയാം, സത്യരജസ്തമോ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന ഈ ബുദ്ധിവൃത്തി അല്ലെങ്കിൽ ബുദ്ധിയുടെ ഈ വ്യാപാരം, അതായത് ഞാൻ ദേഹാണെന്ന് വിചാരിക്കലും ഞാൻ കർത്താവാണ് അത് എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ, ബുദ്ധി ഈ ഗുണങ്ങളാൽ ബാധിക്കപ്പെട്ട് ഗുണങ്ങളുടെ ഉപാധിയോടുകൂടി ബുദ്ധി എത്ര കാലം പ്രവർത്തിക്കണോ അത്രയും കാലം നമുക്ക് ഈ സംസാരം ഉള്ളതായിട്ട് തന്നെ തോന്നും. പക്ഷേ ഈ ബുദ്ധിവൃത്തി ഉപേക്ഷിച്ചോ നമുക്ക് സംസാരമില്ല എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഈ ബുദ്ധിയിൽ തോന്നണത് ശരിയല്ല. എന്താ നമുക്ക് ബുദ്ധിയിൽ തോന്നണത്? ജാഗ്രത സ്വപ്ന സുഷുപ്തിൻ്റെ തോണ്ട് ഞാൻ ദേഹമാണെന്നാണ് നമുക്ക് തോന്നണത്. അപ്പം ഞാൻ കർത്താവ് ഭോക്താവ് അല്ലേ, പിന്നെയോ അഹന്തയും മമതയും എല്ലാം ഈ ബുദ്ധിവൃത്തിയാണ് നടക്കണതേ. അപ്പം ആ ബുദ്ധിവൃത്തി ഉപേക്ഷിക്കണമെങ്കിൽ നമുക്ക് ആദ്യം തമോ ഗുണം ഉപേക്ഷിച്ച് രജോ ഗുണം ആവണം, രജോ ഗുണം ഉപേക്ഷിച്ച് സത്വഗുണം ആവണം, സത്വഗുണത്തിന് ഉപേക്ഷിക്കണം. അപ്പം നമ്മുടെ ബുദ്ധിവൃത്തിയൊക്കെ നശിച്ചു നമ്മളെ ആത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് അതിൽ പറഞ്ഞത്. ദേഹേന്ദ്രിയ പ്രാണമനശ്ചിതാത്മനം സംഘാതജസ്രം പരിവർത്തതേധിയ വൃത്തിസ്തമോ മൂലതയാജ്ഞലക്ഷണ യാവത് ഭവേത്താവത് സൗഭവോദ്ഭവ. അപ്പം നമുക്ക് ഒന്നുകൂടി ചെയ്യാൻ പറ്റും, നോക്കാട്ടോ. നേതിപ്രമാണേന നിരാകൃതാഖിലോ ഹൃദാ സമാസ്വാദിത ചിദ്ഘനാമൃത ത്യജേതശേഷം ജഗദാത്തസദ്രസം പീത്വാ യഥാംബ പ്രജഹാതി തൽഫലം. നേതിപ്രമാണേന, ഇതല്ല നേതി ഇതിന്ന് ഇതല്ല എന്ന് പറഞ്ഞ് മാറ്റി അവസാനം എന്ത് അവശേഷിക്കുന്നുവോ അതാണ് ബ്രഹ്മം. അതാണ് അതിൽ പറയുന്നത്. നേതിപ്രമാണം, നേതി എന്ന പ്രമാണത്താൽ നിരാകൃതാഖില, എല്ലാറ്റിനെയും നിരാകരിക്കപ്പെട്ടതിന് ശേഷം, നിരാകരിക്കും അഖിലത്തിനെയും. അഖിലം എന്ന് പറയുന്നത് എന്താ, സമസ്ത സാധനങ്ങൾ എടുത്തിട്ട് ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഹൃദയം കൊണ്ട് സമാസ്വാദിത ചിദ്ഘനാമൃത, നന്നായി ആസ്വദിക്കപ്പെട്ട അമൃതത്തോടു കൂടിയവനായിട്ട് ആത്തസദ്രസം അശേഷം ജഗത്, പ്രാപിക്കപ്പെട്ട ആ സത്തായ രസത്തോടു കൂടിയ സകല ജഗത്തിനെയും അംബഹ പീത്വ, വെള്ളം കുടിച്ചിട്ട് തൽഫലം യഥ, അതിൻ്റെ ഫലത്തെ എന്ന പോലെ പ്രജഹാതി ഉപേക്ഷിക്കണം. എന്താ പറഞ്ഞറിയോ, അതായത് മഹാവാക്യം വിചാരം ചെയ്തവന് ചെയ്യുന്ന ആളെ എന്താ ചെയ്യേണ്ടതെന്ന് പറയണം. ഇതല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാറ്റിനെയും, സമസ്ത നമ്മുടെ കാണുന്ന എല്ലാറ്റിനെയും ഇതല്ല ആത്മാവ് ഇതല്ല അഥാത ആദേശോ നേതി അല്ലേ, അല്ല എന്ന് ഈ ദേഹം തൊട്ട് പ്രപഞ്ചത്തിനെ മുഴുവനും നമ്മൾ മാറ്റണം. ഇതല്ല ദേഹം തൊട്ട് ഇതല്ല പറഞ്ഞ് എല്ലാറ്റിനെയും നിരാകരിക്കണം. എന്നിട്ടോ അപ്പോഴേക്കും നമുക്ക് സത്വഗുണപ്രധാനമായിട്ടുള്ള മനസ്സുകൊണ്ട് നമ്മൾ എന്നിട്ട് ആ സത്വഗുണവും കളഞ്ഞിട്ട് അമൃതത്തെ ആസ്വദിച്ചവൻ, ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ പരമാനന്ദം ഉണ്ടല്ലോ, ബ്രഹ്മാനന്ദം, അത് നമ്മളങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നേതി പറഞ്ഞിട്ട് അവസാനം അവശേഷിക്കണതാണ് ബ്രഹ്മം, അത് ഞാൻ തന്നെ എന്നങ്ങോട്ട് നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമവും ഇല്ല. ഈ ദേഹത്തിനെയും പ്രപഞ്ചത്തിനെയും ത്യജിക്കാൻ ഒരു വിഷമവും ഉണ്ടാവില്ല എന്ന്. അതായത് ഏതുപോലെ വെച്ചാൽ ഇളനീരിൻ്റെ വെള്ളം കുടിച്ച ശേഷം നമ്മൾ ആ
ഇളനീരിനെ കളയൂലോ. നമ്മൾ ആ തൊണ്ടെടുത്തൊക്കെയില്ലേ, അതിലൊന്നും ശരിക്ക് നാളികേരമായിട്ടുണ്ടാവില്ല, വെറുതെ ഇളനീരാണെന്ന് വിചാരിച്ചോളൂ. നല്ല അസൽ വെള്ളമാണ്, പക്ഷേ കഴമ്പ് ഒട്ടും വന്നിട്ടില്ല വെച്ചാൽ നമ്മളെന്താ ചെയ്യുക, ആ വെള്ളം കുടിച്ചിട്ട് ആ തോട് മാത്രമുള്ള ഇളനീരിനെ അങ്ങോട്ട് കളയില്ലേ. അതുപോലെ നമ്മൾ ശരീരം കിട്ടിയിട്ട് അതിൻ്റെ ഫലം എന്താണ്? ശരിക്കും ആത്മസാക്ഷാത്കാരമാണ് ഫലം. അപ്പം നമ്മൾ ഈ ശരീരം ലഭിച്ചിട്ട് അതിലിരുന്ന് നമ്മൾ മഹാവാക്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് എപ്പോഴാണ് നമ്മൾ ഈ നേതി പറഞ്ഞ് നമുക്ക് എപ്പോഴാണ് എല്ലാം മാറ്റിക്കഴിഞ്ഞ് അവശേഷിക്കുന്ന ആത്മാവിൽ എത്തിച്ചേരാൻ സാധിക്കണേ? അത് അനുഭവിച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രപഞ്ചം ഇല്ല. അപ്പം ഏതുപോലെയാവും, ദാഹിക്കണ ഒരാൾ ഇളനീരൻ കുടിച്ചാൽ അങ്ങനെ പിന്നെ അതിനുള്ളൊന്നുമില്ലല്ലോ, അത് കളയില്ലേ. അതുപോലെ നമുക്ക് ഈ പ്രപഞ്ചത്തിനെ കളയാമെന്ന്. കാരണം നമുക്ക് ദാഹം എന്താ, ഓരോ ആത്മാവിൻ്റെയും ദാഹം എന്താണ്? ജീവാത്മാവിൻ്റെയും ആ പരമാത്മാവിനെ കണ്ടെത്തലാണ് നമ്മുടെ ദാഹം. ജീവാത്മാവിൻ്റെ ദാഹം പരമാത്മാവിനെ കണ്ടെത്തൽ. അപ്പം ദ മോമെൻറ്റ് ആ പരമാത്മാവിനെ നമ്മളെ വലിയ എന്താണ് മഹാവാക്യങ്ങൾ വിചാരം ചെയ്തിട്ട് നമ്മളെ നേതിയൊക്കെ പറഞ്ഞ് നമ്മളെ എപ്പോഴാണ് അത് അവിടെ എത്തണേ, ആ സമയത്ത് നമുക്ക് പ്രപഞ്ചം കളയാൻ പറ്റും. ഏതുപോലെ ദാഹിച്ചവൻ ഇളനീർ കുടിച്ച് ഇളനീർ കളയണ പോലെ നമുക്കും ആ പരബ്രഹ്മത്തിനെ അങ്ങോട്ട് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ആ പരബ്രഹ്മാണെന്ന് അങ്ങോട്ട് നമുക്ക് ഉദിക്കുന്ന സമയത്ത് ഞാൻ ഉദിച്ചാൽ ഈ ദേഹാദി പ്രപഞ്ചത്തിനെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കും. പക്ഷെ അതിനും മഹാവാക്യ വിചാരം ചെയ്യണം. ആ മഹാവാക്യ വിചാരത്തിലാണ് ഈ നേതിയൊക്കെ വരണം. എല്ലാറ്റിനെയും ദേഹാദി പ്രപഞ്ചത്തിന് മുഴുവൻ നേതി പറഞ്ഞ് മാറ്റി അവസാനം ശേഷിക്കുന്നത്, എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ശേഷിക്കുന്നതാണ് ബ്രഹ്മെന്ന്. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് പിന്നെ, അതായത് ഈ ശരീരത്തിൻ്റെ ദാഹമായിട്ടുള്ള ജീവാത്മാവിൻ്റെ ദാഹമായിട്ടുള്ള പരമാത്മാവിനെ പ്രാപിച്ചാൽ പിന്നെ ഇനി അതിൽ ആസക്തനായിരിക്കില്ലല്ലോ നമ്മൾ. പിന്നെ നമുക്ക് ഇനി എന്താ, ഒന്നും വേണ്ട അല്ലേ. അതാണ് ഇതിൽ പറഞ്ഞത്. അത് ഞാൻ വായിച്ച് നിർത്താം. നേതിപ്രമാണേന നിരാകൃതാഖിലോ ഹൃദാ സമാസ്വാദിത ചിദ്ഘനാമൃത ത്യജേത് അശേഷം ജഗദാത്തസദ്രസം. രസം കുടിച്ചു കഴിഞ്ഞു, പിന്നെ ഇനി വേണ്ടല്ലോ വേറൊന്നും, ഇനി അതിന് കൂടുതലൊന്നുമില്ലല്ലോ. പീത്വാ യഥാംഭ പ്രജഹാതി തൽഫലം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.